അച്ഛൻ തിരക്കിലേക്ക് മാറിയോ? ഇന്ന് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് ഭയങ്കര അതൊക്കെ അപ്പം ഇനി ഫുൾ തിരക്കിലേക്ക് മാറിയോ അച്ഛൻ? ഈ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ അന്ന് ആഫ്റ്റർനൂൺ തൊട്ട് അച്ഛൻ്റെ ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഓരോ കാര്യങ്ങളായിട്ട് വിളിക്കുന്നതായാലും എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്തുകൂടാത്തതും, ചിലത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തുകൂടാന്നുള്ള റെസ്പോൺസ് വെളിയിൽ വരുന്നതും അങ്ങനെ അച്ഛനല്ല ഇപ്പം നേരത്തെ ഈ മന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇതേ പണി തന്നെ അച്ഛൻ എടുക്കുമായിരുന്നു. അച്ഛനങ്ങനെ ഇന്ന പോസ്റ്റൊന്നും അങ്ങനെ അച്ഛനെ ഈ പോസ്റ്റൊന്നും ഇല്ലാതെ വെറും ആക്ടറായിട്ട് ഇരുന്നപ്പോൾ തന്നെ പല പൊളിറ്റിക്സിലുള്ള ആൾക്കാരായിട്ടും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് എവിടെയൊക്കെ നടത്താമോ അതൊക്കെ ചെയ്യാനായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അച്ഛന് ഈ പദവിയും കൂടെ കിട്ടുമ്പോൾ അത് ഇരട്ടി ജനങ്ങൾക്ക് മാക്സിമം ഗുണപ്പെടുത്തുന്ന പോലെ ചെയ്യാനായിട്ട് അച്ഛന് സാധിക്കും. അതിനച്ഛൻ വെദർ വിന്നർ ഓർ നോട്ട് അച്ഛൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. അച്ഛൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കും. അച്ഛനെന്തോ അത് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആൾക്കാർ ഗൂഗിളിനൊക്കെ സമീപിക്കുന്നുണ്ടോ അച്ഛനൊന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി? ചിലർ എനിക്ക് കോൾസ് വരുന്നുണ്ട്, എൻ്റെ നമ്പർ ഹാൻഡ് ഓവർ ചെയ്തിട്ടൊക്കെ. പക്ഷെ ഞാനതിന് ഒഫീഷ്യലായിട്ടുള്ള ആളല്ല. അപ്പം ആരാണോ എൻ്റെ നമ്പേഴ്സ് ഷെയർ ചെയ്യുന്നത് അത് ആ നമ്പർ കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം അവർക്ക് കറക്റ്റ് ചാനലല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്താൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പ്രോപ്പർ ചാനലിൽ എങ്ങനെ പോകുന്നു അപ്പോൾ ഓഫീസും അതുവഴി പോകുമ്പോഴത്തേക്കും അവർ ജനങ്ങൾക്ക് വരുന്ന ആക്സസ് കിട്ടും. അല്ലാതെ തന്നെ അച്ഛൻ അവരെ തേടി പിടിച്ച് അച്ഛൻ വരും. പക്ഷെ ഒരാൾ അങ്ങോട്ട് ചെന്നിറങ്ങിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് ഉള്ളതിനേക്കാളും ഈസിയറാണ് എല്ലാവർക്കും അച്ഛൻ്റെ അടുത്തോട്ട് എത്തിച്ചേരാന്ന്. അതിൻ്റെ പ്രോസസ്സ് തന്നെ നടക്കുമെന്ന് എനിക്ക്. താങ്ക് യു.